ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ അപ്പൂസിന്റെ അടുത്ത് നിന്ന് ഒരു ബിഗ് നോ ആണ് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൂസിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്നത് അവന്റെ മനസ്സ് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. തുടങ്ങിയ ആദ്യമേ ഒന്നും മൊത്തം ഓർഡറുകളും വരത്തില്ലെന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും വിറ്റ് തീരില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് പാട് തന്നെയായിരുന്നു. ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ ഒരു മാസത്തോളം നമുക്ക് ഓർഡറുകൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലോട്ടസിന്റെ നെക്ലേസ് ട്രെൻഡിങ്ങിൽ വന്നപ്പോഴേക്കും അത് നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് നിറയെ ഓർഡറുകൾ കിട്ടി. ആ ഒരു സന്തോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൂസ് നാട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് വന്ന് പിന്നീട് അപ്പൂസ് ബിസിനസ്സിലേക്ക് കയറുന്നത്. എങ്കിലും എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അപ്പൂസിനെ മാക്സിമം സഹായിക്കാറുണ്ടായിരുന്നു. വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ഞാൻ തന്നെ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു, ഞാൻ തന്നെ വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഒരു മുഷിച്ചിൽ അവന് തോന്നരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡ് അല്ലേ, അപ്പം മാക്സിമം കംഫർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ചെയ്തു കൊടുത്തു. ബിസിനസ്സിലെ പരിചയക്കുറവും ഓവർ സ്റ്റോക്ക് എടുത്ത് വെക്കലും നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്നത് കയ്യിൽ കിട്ടുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുകയും ഓണത്തിനെത്തേണ്ട സ്റ്റോക്ക് ഓണം കഴിഞ്ഞ് എത്തുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കുറച്ച് സ്ട്രഗിൾ ആകാൻ തുടങ്ങി. നമുക്ക് ഓർഡർ കിട്ടാണ്ടാകാൻ തുടങ്ങി. അപ്പം മനസ്സ് എല്ലാരെയും പോലെ എനിക്കും അടുത്ത് തുടങ്ങി. അങ്ങനെയാണ് എല്ലാം ഡിസ്കൗണ്ടിൽ അങ്ങ് ഇട്ട് വിറ്റ് തീർക്കുക എന്നൊരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രഗ്നന്റും കൂടി ആയിട്ടുണ്ടായിരുന്നല്ലോ രണ്ടാമത്. ഈ ഒരു ടെൻഷനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പൂസിന് റീസ്റ്റാർട്ട് എന്ന ഒരു ഓപ്ഷൻ അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. എങ്കിലും എന്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ടായിരുന്നു തുടങ്ങ്, വിജയിക്കും ഒന്നും കൂടെ തുടങ്ങുന്നു. എനിക്കങ്ങനെ തോന്നാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളായി കഴിയുമ്പോഴേക്കും ഇനി അടുത്ത വാവയും കൂടി ആയി കഴിയുമ്പോഴേക്കും നാട്ടിൽ നിർത്താനായിരിക്കും മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യുക. ഹാ പ്ലാനിങ്ങിൽ എനിക്കായിരിക്കും കുഞ്ഞുങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ കാണുന്നത് നഷ്ടപ്പെടുക. കുഞ്ഞുങ്ങൾ നാട്ടിലാണെങ്കിൽ അപ്പൂസ് നാട്ടിലായിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൂസിനെ പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് ഫ്രം ഹോം സെറ്റാക്കാമെന്നൊരു രീതിയിലേക്കൊക്കെ ആയി. അങ്ങനെയാണ് നമ്മൾ റീസ്റ്റാർട്ടിന്റെ ബിഗ് നോയിൽ നിന്ന് യെസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്.